സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോരുത്തരും കൂട്ടുകാരൻ്റെ നന്മയ്ക്കായിട്ട് ആത്മവർദ്ധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. റോമർ 15 വാക്യം. തകർന്ന ലോകത്തിൽ മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കുമ്പോൾ നാം നമ്മുടെ സാക്ഷ്യത്തിൻ്റെ അടയാളങ്ങൾ അവശേഷിപ്പിക്കണമെന്ന് ബൈബിൾ പറയുന്നു. പൗലോസ് റോമയിലെ സഭയ്ക്ക് എഴുതി നമ്മൾ ഓരോരുത്തർക്കും കൂട്ടുകാരനെ നന്മയ്ക്കായി ആത്മവർദ്ധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. റോമർ 15 വാക്യം. നമുക്ക് സ്ഥിരതയും ആശ്വാസം നൽകുന്ന 15 വാക്യം. ദൈവം കാണിച്ചു തരുന്ന മാതൃകയാണിത്. സ്വർഗത്തെ ഭൂമിയും ഒരു നല്ല പൗരന്മാർ ഇങ്ങനെയാകണം. വളരെ ചെറിയ കാര്യങ്ങളായി തോന്നാം, എന്നാലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താം. ഒരു നല്ല വാക്ക്, ഒരു സാമ്പത്തിക സഹായം കേൾക്കുന്ന മനസ്സ്, ഇതൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്ന കാരണയായി തീരാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവ അടയാളങ്ങൾ ഇടയാവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന് പ്രോത്സാഹനമാകുന്ന ഏത് അടയാളങ്ങളാണ് മറ്റുള്ളവർ നിങ്ങൾ ഇട്ടത്? ഒരു സൗവിശ്വാസികളോടുകാരൻ എന്ന നിലയിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്കാകും? പ്രാർത്ഥിക്കാൻ സുരക്ഷ പിതാവേ പുത്രനായ യേശുവിലൂടെ എന്നോട് പ്രകടിപ്പിച്ച സ്നേഹത്തിനും ദയക്കും കരുണയ്ക്കുമായി ഞാൻ നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യത്തിലും അങ്ങയുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഇടയാകണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നേരട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.